ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് കേരള PSCയുടെ മലയാളത്തിലെ വാക്യശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വാക്യശുദ്ധിയിലെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് PYQ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. വരാൻ പോകുന്ന LDC 2024 റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ പദശുദ്ധി എന്ന് പറയുന്ന ക്ലാസ് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇത് റിവിഷൻ ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് വാക്യശുദ്ധി. അപ്പൊ നിങ്ങൾ റിവിഷൻ ക്ലാസ് എല്ലാം കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നോക്കി, വാക്യശുദ്ധി വരുത്തുക. അപ്പൊ വാക്യശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് 3-4 സെന്റൻസ് തന്നേക്കും എക്സാമിന്. അതില് അർത്ഥം കറക്റ്റ് വരുന്ന, റിപ്പീറ്റ് ചെയ്യാതെ വരുന്ന വാക്യങ്ങളെയാണ് നമ്മൾ വാക്യശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ആദ്യത്തേൽ നോക്കി, ഞാൻ എൻ്റെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ സ്വയം മാത്രമേ ചെയ്യുള്ളൂ. അത് ശരിയായിരിക്കൂല അല്ലേ? കാരണം ഞാൻ എൻ്റെന്ന് വരുന്നു, പിന്നെ സ്വയം മാത്രമേ ചെയ്യുന്നു. ഇതൊക്കെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ നോക്കിയേ, ആത്മനിഷ്ഠമായ കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ സ്വയം ചെയ്യാറുണ്ട്. ഞാനും സ്വയം ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് ഇത് തെറ്റാണ്. അടുത്ത് നോക്കിയേ, എന്റെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും. ഞാൻ തന്നെ, എന്റെ, ഇതൊക്കെ റിപ്പീറ്റ് അല്ലേ? അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? ആത്മനിഷ്ഠമായ കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തുക. ഇതിലേതായിരിക്കും ശരിയായത്? മദ്യം തൊട്ടാൽ രുചിക്കുക ചെയ്യരുത്. മദ്യം തൊടാം, പക്ഷെ രുചിക്കലെന്ന് പറയണേ. അപ്പൊ അത് തെറ്റല്ലേ? മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്, അത് ശരിയാണ്. മദ്യം തൊട്ട് രുചിക്കുക ചെയ്യരുത്, അത് തെറ്റാണ്. മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത്, അതും തെറ്റാണ്, ശരിയായിട്ടില്ല സെന്റൻസ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാക്യശുദ്ധി വരുത്തുക. വേറെയും ഉള്ളൂരിന്റെ കൃതികൾ എന്റെ കൈവശമുണ്ട്. വേറെയും ഉള്ളൂരിന്റെ എന്ന് പറയുമ്പോൾ അത് ശരിയായില്ല അല്ലെ? തെറ്റാണ്. പല വേറെയും ഉള്ളൂരിന്റെ കൃതികൾ എന്റെ കൈവശമുണ്ട്, അതും തെറ്റാണ്. വേറെയും പല കൃതികൾ ഉള്ളൂരിന്റെ എന്റെ കൈവശമുണ്ട്, അത് ശരിയായോ? ശരിയായില്ല. ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എന്റെ കൈവശമുണ്ട്, ആ സെന്റൻസ് ശരിയായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കി, ദയവായി ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത്. അത് ആ സെന്റൻസ് ശരിയാണ് അല്ലെ? അടുത്തതിലൊക്കെയുള്ള തെറ്റ് നോക്കിയേ. ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി ദയവായി നിൽക്കരുത്. ദയവായി കൂട്ടം കൂടി നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു, തെറ്റാണ്. ആശുപത്രി വരാന്തയിൽ ദയവായി കൂട്ടം കൂടി നിൽക്കരുത്. ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത്, ഇതൊക്കെ ഇവിടെ തെറ്റാണ്. ശരിയായിട്ടുള്ളത് ദയവായി ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത്. അടുത്ത നോക്കി, വാക്യശുദ്ധി വരുത്തുക. അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഏകദേശം പറയുമ്പോൾ 1000-ഓളം, ഓളം വേണ്ട, അതുകൊണ്ട് തെറ്റാണ്. ഏകദേശം 1000-ഓളം സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം വരുമ്പോൾ 1000-ഓളം വേണ്ട, അതുകൊണ്ട് തെറ്റാണ്. അവിടെ 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അവിടെ ഉണ്ടായിരുന്നത് ഏകദേശം 1000-ഓളം സ്ത്രീകളായിരുന്നു. ഏകദേശം 1000-ഓളം ആവശ്യമില്ല, അപ്പൊ ഇതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഇതാണ്, മൂന്നാമത്തത്. അവിടെ 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അടുത്ത് നോക്കിയേ, വാക്യശുദ്ധി വരുത്തുക. പാടുന്നത് അവൾക്കും കേൾക്കാം. പാടുന്നത് അവൾക്കും കൂടെ കേൾക്കാം. കൂടി ഇവിടെ ആവശ്യമില്ല അല്ലെ? പാടുന്നത് അവൾ കേൾക്കാം, അത് തെറ്റാണ്. പാടുന്നത് അവൾ കൂടി കേൾക്കാം, ഇതും തെറ്റാണ്. അപ്പൊ ശരിയായത് ഇതില് പാടുന്നത് അവൾക്കും കേൾക്കാം എന്നുള്ളതാണ്. അടുത്ത് നോക്കി, വാക്യശുദ്ധി വരുത്തുക. നാളെയോ അഥവാ മറ്റന്നാളോ നമുക്ക് കാണാം. ഇവിടെ അഥവയുടെ ആവശ്യമില്ല അല്ലെ? നാളെയോ അഥവാ മറ്റന്നാളോ നമ്മൾ കാണും എന്നുള്ളത് തെറ്റാണ്. നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം, അത് ശരിയാണ്. നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ പരസ്പരം കാണാം എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം. അടുത്ത് നോക്കി, വാക്യശുദ്ധി വരുത്തുക. കോപാകുലനായും പക്വതയില്ലാത്തവനുമായി കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു, ഇത് ശരിയല്ല. കോപാകുലനായും പക്വതയില്ലാത്തവനും കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു, അത് തെറ്റാണ്. കോപാകുലനും പക്വതയില്ലാത്തവനുമായി കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു, ഇത് ശരിയാണ്. കോപാകുലനും പക്വതയില്ലാത്തവനും ആയും കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു, ഇവിടെ 2 കാണപ്പെട്ടേണ്ട്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഈ സെന്റൻസ് ആണ്. അടുത്ത് നോക്കിയേ, വാക്യശുദ്ധി വരുത്തുക.
അറിവിന്റെ കാര്യത്തിൽ അവർക്ക് തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അവർക്ക് തമ്മിൽ വരുമ്പോ അവർക്ക് പറയുമ്പോൾ തമ്മിൽ ആവശ്യമില്ല. അറിവിന്റെ കാര്യത്തിൽ അവർക്ക് തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. വ്യത്യാസമല്ല, അജഗജാന്തരമുണ്ട് അല്ലെ? അറിവിന്റെ കാര്യത്തിൽ അവർക്ക് തമ്മിൽ അജഗജാന്തരമുണ്ട്. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലിയ ഒരു വ്യത്യാസം ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ ഒറ്റ വാക്കാണ് അത് അജഗജാന്തരം. വീണ്ടും വ്യത്യാസം ആവശ്യമില്ല. അതുകൊണ്ട് ഈ സെന്റൻസ് ശരിയാണ്. അറിവിന്റെ കാര്യത്തിൽ അവർക്ക് തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇവിടെ തെറ്റാണ്. അടുത്ത് നോക്കി, വാക്യശുദ്ധി വരുത്തുക. ഏകദേശം 10,000-ഓളം പേരെങ്കിലും സമ്മേളനത്തിൽ പങ്കെടുത്ത് കാണും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഏകദേശം വരുമ്പോൾ ഈ ഓളം ആവശ്യമില്ല. അതിൽ ശരിയായിട്ടുള്ളത് കുറഞ്ഞത് 10,000-ഓളം പേരെങ്കിലും സമ്മേളനത്തിൽ പങ്കെടുത്ത് കാണും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 10 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇനി നമുക്ക് PYQ ചെയ്യാം. പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ച് ഏതാണ്ട് കഴിഞ്ഞ ഒരു 4-5 വർഷം, 10 വർഷത്തിന് ഇതിന് ശേഷം മുതൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതിൽ ശരിയായ വാക്യമാണ് കണ്ടെത്താനുള്ളത്. അധ്യാപകന്റെ പ്രസംഗം പ്രചോദനപരവും പ്രേരണാപരവുമായിരുന്നു. രണ്ടാമത്തെ നോക്കിയേ, അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. അത് ശരിയാണ് അല്ലെ? പ്രചോദനപരവും പ്രേരണാപരവും വേണ്ട. അധ്യാപകന്റെ പ്രസംഗം പ്രേരണാപരമായിരുന്നു. അധ്യാപകന്റെ പ്രസംഗം പ്രചോദകവും പ്രേരണപരമായിരുന്നു. ഇതൊക്കെ തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത് നോക്കി, 2018 കമ്പനി ബോർഡിൽ ചോദിച്ചതാണ്. വേറെയും പല ഉള്ളൂരിന്റെ കൃതികൾ എന്റെ കൈവശമുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലെ? ഇതിന്റെ വാക്യശുദ്ധി വരുത്താനാണ്. ഇതിലേതാ കറക്റ്റ് ആയിട്ടുള്ളത്? ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എന്റെ കൈവശമുണ്ട്. ഇതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കി, ശരിയായ വാക്യം കണ്ടെത്തുക. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്തതാണ്. മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത് നോക്കിയേ, അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ട് യോഗം ആരംഭിച്ചത്. വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? നമുക്കറിയാം, പ്രമാണം എന്നുള്ളത് എന്താണ്? പ്രമാണം അല്ല, പ്രണാമമാണ് അല്ലെ? പ്രണാമം. മരിച്ചവർക്ക് നമ്മൾ പ്രണാമമാണ് അർപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, പ്രമാണമാണ്. അടുത്ത് നോക്കി, തന്നിരിക്കുന്ന വാക്യത്തിലെ തെറ്റായ ഭാഗം ഏതാണ്? ഇതിലെ തെറ്റായ ഭാഗം ഏതാണ്? സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ആയില്ലേ? അപ്പൊ ഓരോ കുട്ടികളും വേണ്ട. അപ്പൊ ഇവിടെ തെറ്റായ ഭാഗം ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കിയേ, ഇതിൽ ശരിയായ വാക്യമാണ് കണ്ടെത്താനുള്ളത്. ഈ പ്രശ്നത്തിൽ 100-ന് 90% അവർ സ്വയം ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ 100-നാണല്ലോ 90%. അപ്പൊ 100-ന് എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തെറ്റാണ്. കഥകളിയിൽ നൃത്യ നാട്യ രൂപങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നുവെങ്കിലും പക്ഷെ നൃത്തത്തിനാണ് മുൻതൂക്കം. ഓക്കെ, നൃത്യ നാട്യങ്ങളൊക്കെ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ചേർന്നതാണ് എന്ത്? കഥകളിയില് നൃത്തം എന്ന് പറഞ്ഞാല്, കഥകളി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് തെറ്റാണ്. അങ്ങനെ പറയുന്നതും അങ്ങനെ ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരവും വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്തരമാണ്. ഓക്കെ, അതുകൊണ്ട് ഈ 2 വാക്കും റിപ്പീറ്റ് ആണ്, തെറ്റാണ്. എന്തായാലും താങ്കളുടെ അഭിമാനത്തിന് ഒരു ലോപവും വരില്ല. ലോപം എന്ന് പറഞ്ഞാൽ കുറവ് അല്ലെ? അഭിമാനത്തിന് ഒരു ലോപവും വരില്ല. അതിൽ വേറെ തെറ്റൊന്നുമില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത് നോക്കിയേ, തെറ്റായ വാക്യം കണ്ടെത്തുക. ഇതിൽ തെറ്റായത് ഏതാണെന്ന് നോക്കാം. പിന്നീട് ഒരിക്കൽ ഞാൻ താങ്കളെ സന്ദർശിക്കാമെന്ന് ഉറപ്പു നൽകുന്നു. ഇതിൽ റിപ്പറ്റീഷൻ ഒന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു സെന്റൻസ് ആണ്. വ്യക്തിനാമങ്ങളും സ്ഥലനാമങ്ങളും അതാത് പ്രദേശത്ത് ഉച്ചരിക്കുന്നത് പോലെ എഴുതണം. അത് ശരിയാണ്, തെറ്റില്ല. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട്. ഇവിടെ നോക്കിയേ, എണ്ണമറ്റാന്ന് പറഞ്ഞാൽ തന്നെ എണ്ണം പറ്റാത്ത ധാരാളം ഉണ്ടെന്നാണ്. അസംഖ്യം എന്ന് പറയുമ്പോൾ അതല്ലേ വലിയൊരു സംഖ്യ, എണ്ണാൻ പറ്റാത്തത്. അപ്പൊ ഈ 2 വാക്ക് റിപ്പീറ്റ് ആണ്. അതുകൊണ്ട് ഈ സെന്റൻസ് തെറ്റാണ്. അവരുടെ ജീവിതം എപ്പോഴും അന്ധകാര നിബിഡമാണ്. ഇതിൽ വേറെ തെറ്റില്ല. അപ്പൊ നമുക്കിവിടെ തെറ്റായ വാക്യമാണ് എഴുതേണ്ടിയിരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത് നോക്കിയേ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം എടുത്തെഴുതുക. അയാൾക്ക് ആകാശത്തിലെ കാഴ്ചകൾ സദാ എപ്പോഴും അവിശ്വസനീയമായി തോന്നിയിരുന്നു. സദായും എപ്പോഴും റിപ്പീറ്റ് ആണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. അയാൾക്ക് ആകാശത്തിലെ കാഴ്ചകൾ സദാ എപ്പോഴും അവിശ്വസനീയമായി തോന്നിയിരുന്നു. വീണ്ടും ഇവിടെ റിപ്പീറ്റ് ആണ്, ഇത് തെറ്റാണ്. ആകാശത്തിലെ കാഴ്ചകൾ എപ്പോഴും സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു.
എപ്പോഴും സദാ വീണ്ടും ഇവിടെ വന്നു, അതുകൊണ്ട് തെറ്റാണ്. അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു. ഇത് ശരിയാണ്. ഓക്കെ, ഈ സെന്റൻസുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരുപോലെ തോന്നും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് പോവാൻ ചാൻസ് ഉണ്ട്. അടുത്ത് നോക്കിയേ, പരീക്ഷാർത്ഥികൾ കൃത്യമായി ഹാളിലേക്ക് എത്തിച്ചേർന്നു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? ഇതിൽ തെറ്റായത് ഏതാണ്? പരീക്ഷാർത്ഥികളാണ് അല്ലെ. പരീക്ഷാർത്ഥികൾ കൃത്യമായി ഹാളിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ പരീക്ഷാർത്ഥികളല്ല, ഉദ്യോഗാർത്ഥികളാണെങ്കിലും കുഴപ്പമില്ല എന്നല്ലേ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിലും കുഴപ്പമില്ല. പരീക്ഷാർത്ഥികൾ എന്നുള്ളത് ഇവിടെ തെറ്റാണ്. അടുത്ത് നോക്കിയേ, അടിമത്വം ഏറ്റുവാങ്ങുന്നത് ഏതൊരാൾക്കും ഭൂഷണമല്ല. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? അടിമത്വം എന്നുള്ളതാണ്. ശരിക്കും അടിമത്വം എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഇവിടെ തെറ്റ് വന്നിട്ടുള്ളത് സെന്റൻസിലല്ല, വാക്കിലാണ് അല്ലെ. വാക്കിലാണ് തെറ്റ് വന്നിട്ടുള്ളത്. അടിമത്വം എന്ന് നമ്മൾ അടിമത്വം എന്ന് എഴുതൂല, അടിമത്തം എന്നാണ് എഴുതുന്നത്. അടിമത്തം. അപ്പൊ ഇവിടെ തെറ്റായ വാക്ക് ഓപ്ഷൻ എ ആണ്. അടുത്ത് നോക്കിയേ, ഓരോ കാഴ്ചകൾ കാണുന്നതിനിടെ അവർ പരസ്പരം നോക്കി ചിരിച്ചു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? ഓരോ കാഴ്ചകളാണ് അല്ലെ. കാഴ്ച എന്ന് പറയുമ്പോൾ ഒന്നാണ്, കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. അപ്പൊ ഓരോ എന്നുള്ളത് ഇവിടെ വേണ്ട, ഓരോ കാഴ്ചകൾ വേണ്ട. കാഴ്ചകൾ എന്ന് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ശരിയാവുമായിരുന്നു. അപ്പൊ ഇവിടെ തെറ്റായത് ഏതാണ്? ഓരോ കാഴ്ചകളാണ്. അടുത്ത് നോക്കി, മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ ഇവിടെ കണ്ടു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? മനോഹരങ്ങളായ. മനോഹരമായ എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ അതിൽ ധാരാളം കാര്യങ്ങൾ അടങ്ങിയിരിക്കും അല്ലെ. ഒന്ന് മാത്രമാണെങ്കിൽ നമ്മൾ മനോഹരം എന്നേ പറയുള്ളൂ. ഒന്നിൽ കൂടുതലാണെങ്കിൽ മനോഹരങ്ങൾ എന്ന് പറയും അല്ലെ, മനോഹരം എന്ന് പറയും. അപ്പൊ ഒന്നിൽ കൂടുതലുള്ള കാര്യങ്ങളാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ മനോഹരങ്ങളായ എന്ന് പറയുമ്പോൾ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു എന്നുള്ളത് ഇവിടെ തെറ്റാണ്. അടുത്ത് നോക്കിയേ, ശരിയായ വാക്യം ഇതിലേതാണ്? നോക്കിയേ, അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. തുലാഭാരത്തിനായി 100 തേങ്ങകൾ എത്തിച്ചു. നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാനെന്ത് ചെയ്യാനാണ്? ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്. ഇതിൽ തെറ്റായത് ഏതാണ്? അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്തു. ചുറ്റുമാണ് പ്രദക്ഷിണം ചെയ്യാനുള്ളത്. പ്രദക്ഷിണം ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ ചുറ്റി എന്നല്ലേ അർത്ഥം. അപ്പൊ ഇത് തെറ്റാണ്. തുലാഭാരത്തിനായി 100 തേങ്ങകൾ എത്തിച്ചു. ഈ തേങ്ങകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ് അല്ലെ. 100 തേങ്ങകൾ പറയേണ്ട ആവശ്യമില്ല, അത് തെറ്റാണ്. നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അതിൽ തെറ്റില്ല, ശരിയാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്. ഇന്നും നാട്ടിൽ എല്ലായിടത്തും ഒന്നും മതി. കാരണം നാടെന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാടാണ് അല്ലെ, പ്രത്യേകിച്ച് നമ്മുടെ എന്ന് പറയണ്ട. അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, ശരിയല്ലാത്ത പ്രയോഗം, അതായത് തെറ്റായ പ്രയോഗം ഇതിലേതാണ്? നോക്കി, ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിരിക്കണം. അത് ശരിയാണ്. ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ആളുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിൽ കൂടുതലാണ്, ഓരോരോ ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഓരോരോ ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓരോ ആളും അവരവരുടെ സ്ഥാനത്തിരിക്കണം, എല്ലാവരും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഇതൊക്കെ ശരിയാണ്. ശരിയല്ലാത്തത്, തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അടുത്ത നോക്കി, ശരിയായ വാക്യം ഏതാണ് ഇതില്? പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. അത് ശരിയാണ് അല്ലെ. അടുത്ത, പ്രായാധിക്യം ചെന്ന മഹാവ്യക്തികളെ നാം തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ. തീർച്ചയായും ബഹുമാനിക്കണം, അല്ലെങ്കിൽ തീർച്ചയായും ഇവിടെ ആവശ്യമില്ല അല്ലെ. അത് തെറ്റാണ്. പ്രായാധിക്യം ചെന്ന മഹത് വ്യക്തികളെ നാം തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ. തീർച്ചയായും വരുമ്പോൾ പറ്റൂവിന്റെ ആവശ്യമില്ല, തെറ്റാണ്. പ്രായാധിക്യം ചെന്ന മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ എന്നുള്ളതും ഇവിടെ തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് പ്രായാധിക്യം ചെന്ന മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ.
പ്രായാധിക്യം ചെന്ന എന്നുള്ളതിനേക്കാളും പ്രായാധിക്യമുള്ള. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, ശരിയല്ലാത്ത പ്രയോഗം ഏതാണ്? ഇതിൽ ശരിയല്ലാത്തത്, അതായത് തെറ്റായിട്ടുള്ള പ്രയോഗം ഏതാണ്? നോക്കാം. ചരമ വാർത്ത അറിയിക്കാൻ അവൻ ഓരോ വീടും കയറിയിറങ്ങി. ശരിയാണത്. ചരമ വാർത്ത അറിയിക്കാൻ അവൻ വീട് തോറും കയറി ഇറങ്ങി. ശരിയാണ്. ചരമ വാർത്ത അറിയിക്കാൻ അവൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി. ഓരോയും വീട് തോറും ആവശ്യമില്ല, തെറ്റാണ്. ചരമ വാർത്ത അറിയിക്കാൻ അവൻ എല്ലാ വീടും കയറി ഇറങ്ങി എന്നുള്ളതും ശരിയാണ്. അപ്പൊ ശരിയല്ലാത്ത പ്രയോഗം, തെറ്റായ പ്രയോഗം ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കി, ശരിയായ വാക്യം ഏത്? ശരിയായതാണ് കാണേണ്ടത്. ശരിയായത് നോക്കാം. നാളെയോ അഥവാ മറ്റന്നാളോ നമുക്ക് കാണാം. നാളെയോ അഥവാ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം. നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം. അത് ശരിയാണ് അല്ലെ? നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ പരസ്പരം കാണാം. അത് തെറ്റാണ്. നാളെയോ അഥവാ മറ്റന്നാളോ, നാളെ അല്ലെങ്കിലാണ് മറ്റന്നാൾ അല്ലെ? അപ്പൊ അഥവാ ഇവിടെ ആവശ്യമില്ല, ഇവിടെയും അഥവാ ആവശ്യമില്ല. അപ്പൊ അതൊക്കെ തെറ്റാണ്. ഇപ്പോൾ ശരിയായ വാക്യം ഓപ്ഷൻ സി ആണ്. നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം. അടുത്ത് നോക്കി, അവനവന്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാതെ നിവൃത്തിയില്ല. ഇതിൽ തെറ്റായ പ്രയോഗം, തെറ്റായത് ഏതാണെന്നാണ്. എന്താണ് നമുക്ക് കാണേണ്ടത്? അവനവന്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാതെ നിവൃത്തിയില്ല. ഇതിൽ തെറ്റായ പ്രയോഗമാണ് കാണേണ്ടത്. അവനവന്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാതെ നിവൃത്തിയില്ല അല്ലെ? ഇതിൽ തെറ്റായ പ്രയോഗം ഏതാണ്? പ്രവൃത്തി അല്ലെ? ഇവിടെ പ്രവൃത്തി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? പ്രവൃത്തിയാണ് അല്ലെ? പ്രവൃത്തി എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ശരിയായ അല്ലാത്ത തെറ്റായ പ്രയോഗം പ്രവൃത്തിയാണ്. അടുത്ത് നോക്കിയേ, ശരിയായ വാക്യം കണ്ടെത്തുക. ഇതിൽ ശരിയായ വാക്യം ഏതാണെന്ന് നോക്കാം. ഗ്രാമവാസികളും ആബാലവൃദ്ധം ജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഇപ്പൊ ഗ്രാമവാസികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആബാലവൃദ്ധം ജനങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് ഗ്രാമവാസികൾ. അതുകൊണ്ട് ഇത് തെറ്റാണ്. ആബാലവൃദ്ധം ജനങ്ങളും ഗ്രാമവാസികളും യോഗത്തിൽ പങ്കെടുത്തു. അത് ആദ്യത്തെ തന്നെ തന്നിരിക്കുകയാണ്, തെറ്റാണ്. ആബാലവൃദ്ധം ജനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ആബാലവൃദ്ധം എന്ന് പറയുമ്പോൾ തന്നെ ഗ്രാമത്തിലെ എല്ലാവരുമായി, അത് ശരിയാണ്. സമീപവാസികളും ആബാലവൃദ്ധം ജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു, അതും തെറ്റാണ്. അപ്പൊ നമുക്ക് ശരിയായത് ഓപ്ഷൻ സി ആണ്. അടുത്ത് ശരിയല്ലാത്ത പ്രയോഗം കണ്ടെത്തുക. ശരിയല്ലാത്തതെന്ന് പറയുമ്പോൾ ഏതാണ്? തെറ്റായിട്ടുള്ളത്. എന്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നത് പനിയായതുകൊണ്ടാണ്. ശരിയാണ്. എന്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നതിന് കാരണം പനിയായത് കൊണ്ടാണ്. കാരണവും പനിയായത് കൊണ്ടാണ്, റിപ്പീറ്റ് വന്നു, അതുകൊണ്ട് തെറ്റാണ്. എന്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നതിന് കാരണം പനിയാണ്. എന്റെ മകൾ പനി കാരണം ക്ലാസ്സിൽ ഹാജരായില്ല, അതൊക്കെ ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി മാത്രമാണ്. അടുത്ത് നോക്കി, താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ വാക്യം ഏതാണ്? ഇതിൽ ശരിയായതാണ് കാണേണ്ടത്. പേന രാമനും കൃഷ്ണനും പെൻസിലും കൊടുത്തു. രാമന് പേന, കൃഷ്ണന് പെൻസിൽ കൊടുത്തു. പേന രാമനും പെൻസിൽ കൃഷ്ണനും കൊടുത്തു, അതല്ലേ ശരി? ഇവിടെ പെൻസിൽ കൃഷ്ണൻ എന്നുള്ളതായിരുന്നെങ്കിൽ ശരിയാവുന്നത്, തെറ്റാണ്. രാമൻ പേന, കൃഷ്ണൻ പെൻസിൽ കൊടുത്തു, അതൊക്കെ തെറ്റാണ് അല്ലെ? ശരിയായത് ഓപ്ഷൻ സി മാത്രമാണ്. അടുത്ത് നോക്കി, ശരിയായ വാക്യരൂപം ഏത്? ശരിയായതാണ് കാണേണ്ടത്. പ്രഭാതം കിഴക്ക് ദിക്കിനെ സിന്ദൂരം അണിയിച്ചു പൂക്കളെ വിടർത്തുകയും ചെയ്തു. പ്രഭാതം കിഴക്ക് ദിക്കിൽ സിന്ദൂരം അണിയിച്ച് പൂക്കൾ വിടർത്തുകയും ചെയ്തു. പൂക്കൾ വിടർത്തിയെന്ന് മതി, വിടർത്തുകയും ചെയ്തു എന്ന് വേണ്ട അല്ലെ? പ്രഭാതത്തിൽ കിഴക്ക് ദിക്ക് സിന്ദൂരം അണിയുകയും പൂക്കൾ വിടരുകയും ചെയ്തു, ശരിയാണ്. പ്രഭാതത്തിൽ കിഴക്ക് ദിക്ക് സിന്ദൂരം അണിയിച്ച് പൂക്കൾ വിടരുകയും ചെയ്തു എന്നുള്ളത് തെറ്റാണ്. അടുത്ത് നോക്കി, തെറ്റായ വാക്യം ഏതാണ്? തെറ്റായതാണ് കാണേണ്ടത്. അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ്, അത് ശരിയാണ്.
അവൻ നിന്നെ ആശ്രയിച്ചത് മറ്റൊരു ഗതിയില്ലാഞ്ഞിട്ടാണ് ശരിയാണ്. അവൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാതെയാണ്. അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാതെയാണ്. ഗത്യന്തരം ഇല്ലാതെ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അർത്ഥം വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ വീണ്ടും വേറെ വരുന്നത് അവിടെ തെറ്റാണ്. അപ്പൊ തെറ്റായത് ഏതാണ് ഇവിടെ? ഓപ്ഷൻ ഡി ആണ്. അടുത്ത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ശരിയായതാണ് കാണേണ്ടത്. അതിനേക്കാൾ കവിഞ്ഞ മറ്റു മെച്ചമൊന്നും ഇതിനില്ല. മറ്റു മെച്ചമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാളിലും വലിയ ഇതൊന്നും ഇല്ലെന്നല്ലേ അർത്ഥം. അതുകൊണ്ട് തെറ്റാണ്. അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചവും ഇതിനില്ല. അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. ഇവിടെ ഒരു ഉണ്ടായിരുന്നുകൊണ്ടാണ് തെറ്റായിപ്പോയെ. അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കിയേ. ശരിയായ പ്രയോഗം ഏതാണ്? ഇതിൽ ശരിയായതാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത് നോക്കി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ശരിയായതാണ് കാണേണ്ടത്. വേറെ ഗത്യന്തരമില്ലാതെ അയാൾ അവസാനം മാപ്പ് പറഞ്ഞു. ഇവിടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വിൽക്കപ്പെടുന്നു. പല രോഗങ്ങൾക്കും പ്രതിവിധി കഷായമാണ്. ശരിയാണ്. വെള്ളപ്പൊക്കത്തിന് ഇരയായവരെ വീണ്ടും പുനരധിവസിപ്പിക്കണം. പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജീവിക്കാൻ സമ്മതിക്കല്ലേ. അപ്പൊ വീണ്ടും ഇവിടെ തെറ്റാണ്. ഇവിടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വിൽക്കപ്പെടും. വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഉൾപ്പെടും അല്ലേ. അപ്പൊ എല്ലാം ഇവിടെ ആവശ്യമില്ലായിരുന്നു. വേറെ ഗത്യന്തരമില്ലാതെ അയാൾ അവസാനം മാപ്പ് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ എന്ന് പറയുമ്പോൾ തന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ വേറെ ആവശ്യമില്ല. അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി. പല രോഗങ്ങൾക്കും പ്രതിവിധി കഷായമാണ്. അടുത്ത് നോക്കിയേ. ശരിയായ വാക്യം ഏതാണ്? ഇതിൽ ശരിയായതാണ് കാണേണ്ടത്. ലോകം മുഴുവൻ ഗാന്ധിജിയെ സത്യവാദി എന്നറിയപ്പെടുന്നു. എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്ന് അറിയപ്പെടുന്നു അല്ലെ. തെറ്റാണ്. കാളിദാസനെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നാണ്. കാളിദാസൻ അറിയപ്പെടുന്നത് എന്നുള്ള കുഴപ്പമില്ല. കാളിദാസനെ എന്നുള്ളത് തെറ്റാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ കുഞ്ചൻ നമ്പ്യാർ എന്ന് മതിയായിരുന്നു. എന്നറിയപ്പെടുന്നത് ഇവിടെ തെറ്റാണ്. മലയാളത്തിലെ മാതൃത്വത്തിന്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. അതില് തെറ്റൊന്നുമില്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത് നോക്കി. ശുദ്ധമായ വാക്യം ഏതാണ്? ഇതിൽ ശുദ്ധമായ വാക്യം കാണണം. സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖത്തോടും കൂടിയാണ് ജീവിതം. അതിലൊരു സുഖമില്ല അല്ലെ വായിക്കുമ്പോൾ. അപ്പൊ അത് തെറ്റാണ്. സുഖവും അതിനേക്കാൾ ദുഃഖത്തോട് കൂടിയതാണ് ജീവിതം. തെറ്റാണ്. സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. ശരിയാണ്. സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖവും ചേർന്നതാണ് ജീവിതം. തെറ്റാണ്. ശരിയായ ശുദ്ധമായ വാക്യം ഓപ്ഷൻ സി ആണ്. അടുത്ത്. ശരിയായ വാക്യം ഏതാണ്? ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആണ്. അതുകൊണ്ട് തെറ്റാണ്. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തി ഗാന്ധിജിയെ ആണ്. ഗാന്ധിജിയെ ആണ്. തെറ്റാണ്. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. ശരിയാണ്. ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. ഏറ്റവും അധികം വേണ്ട അല്ലേ. ഞാൻ ഏറ്റവും അധികം വേണ്ട. അതിലൂടെ തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കിയേ. ശരിയായ വാചകം ഏതാണ്? എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്. ഇത് ശരിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും പതിവായി പ്രാർത്ഥനയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും എന്ന് പറയുമ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സ്ഥിരമായിട്ടുള്ള കാര്യം. പതിവായി ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തെറ്റാണ്. എല്ലാ വെള്ളിയാഴ്ചയും പതിവായി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും എന്ന് പറയുമ്പോൾ ഇവിടെ പതിവിന്റെ ആവശ്യമില്ല. വെള്ളിയാഴ്ച തോറും പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. വെള്ളിയാഴ്ച തോറും പിന്നെ പതിവിന്റെ ആവശ്യമില്ല. അത് തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. അടുത്ത് നോക്കി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി എത്തിയത്. അപ്പൊ യോഗം തുടങ്ങി 1 മണിക്കൂറിനു ശേഷമാണ് മന്ത്രി എത്തിയത്. രണ്ടാമത്തെ ഓക്കെ. ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം. സമ്മേളനത്തിന് ഏകദേശം 10,000-ഓളം പേർ പങ്കെടുത്തു. ഞാൻ സാധാരണ ഒരു 9 മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ്. ഇതിലേതാണ് കൂട്ടത്തിൽ കൊള്ളാന്നുള്ളത്? ഒരു റിപ്പീറ്റ് ഒന്നും വരാത്തത് ഓപ്ഷൻ ബി ആണ്. ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം. സി നോക്കി. സമ്മേളനത്തിന് ഏകദേശം 10,000-ഓളം. അതിന്റെ ആവശ്യമില്ല.
ഞാൻ സാധാരണ 9 മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ്. സാധാരണ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പതിവുള്ള കാര്യമാണ്. വീണ്ടും പതിവിന്റെ ആവശ്യമില്ല, തെറ്റാണ്. യോഗം തുടങ്ങി 1 മണിക്കൂറിന് ശേഷം, വീണ്ടും കഴിഞ്ഞതിന്റെ ഒന്നും ആവശ്യമില്ല, അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായതല്ലേ കാണേണ്ടത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, ശരിയായ വാചകം ഏതാണ്? വെള്ളപ്പൊക്കം രാജ്യത്ത് അരാജകത്വവും പട്ടിണിയോ ഉണ്ടാക്കുന്നു. അരാജകത്വവും പട്ടിണിയും എന്നാണ് ഈ കുഴപ്പമില്ല, അതുകൊണ്ട് തെറ്റാണ്. അരി ആട്ടിയും നെല്ല് കുത്തിയും കൊടുക്കപ്പെടും. ഓക്കെ, അത് ശരിയാണോ? അരി ആട്ടിയും നെല്ല് കുത്തിയും കൊടുക്കപ്പെടും. അരി, ഓക്കെ, അവിടെയും ഒരു സെന്റൻസിന് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു, ശരിയാണ്. പട്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീട്ടിൽ പ്രവേശിക്കുക, അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കി, ശുദ്ധമായ വാക്യം ഏതാണ്? അത് ശരിയായ വാക്യം ഏതാണെന്നുള്ളതാണ്. ധീരനായ ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു. ഓക്കെ, ആ സ്ത്രീയുടെ പുത്രന് സ്ത്രീയുടെ ധീരനായ ആ പുത്രന് വീരചക്രം ലഭിച്ചു എന്ന് പറഞ്ഞാല് ശരിയാണ്. കാരണം പുത്രനാണ് വീരചക്രം ലഭിച്ചത്, അയാളാണ് ഇവിടെ ധീരൻ അല്ലെ? അപ്പൊ ധീരനായ ആ സ്ത്രീയുടെ എന്നുള്ളത് തെറ്റാണ്. അടുത്ത് നോക്കി, ധീരനായ സ്ത്രീയുടെ ആ പുത്രന് വീരചക്രം ലഭിച്ചു, തെറ്റാണ്. ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു, ശരിയാണ്. ആ സ്ത്രീയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു. ഇവിടെ ഒരു ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കി, ശരിയായ രൂപം ഏതാണ്? ശരിയായിട്ടുള്ളത് കാണേണ്ടത്. കൃഷി രീതികളെ ആധുനികവൽക്കരിക്കേണ്ടതാണ്. കൃഷി രീതികൾ ആധുനികവൽക്കരിക്കേണ്ടതാണ്. കൃഷി രീതികൾ ആധുനികമത്കരിക്കേണ്ടതാണ്. കൃഷി രീതികളെ ആധുനീകരിക്കേണ്ടതാണ്. അപ്പൊ ഇതിലെ നമ്മൾ ഈ വാക്കാണ്, ആധുനീകരണം എന്നുള്ള വാക്കിനാണ് ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ ആധുനീകരിക്കേണ്ടത് എന്നുള്ളതാണ് ശരി. ഈ ആധുനികമത്കരിക്കേണ്ടത് തെറ്റാണ്. ആധുനികീവത്കരിക്കേണ്ടത് തെറ്റാണ്. ആധുനികവൽക്കരിക്കേണ്ടതും തെറ്റാണ്. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഇതിൽ ശരി ഏതാണ്? ഞാൻ അവിടെ പോകാമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു. ഞാൻ അവിടെ പോകാമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു. ഇവിടെ അവനെയും കണ്ടോ, ഞാൻ അവിടെ പോകാമെന്നും അവനെയും കാണാമെന്നും പറഞ്ഞു, തെറ്റാണ്. ഞാൻ അവിടെ പോകാമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. ഞാൻ അവിടെ പോകുമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു, അത് തെറ്റാണ്. ഞാൻ അവിടെയും പോകുമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു, അത് തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അടുത്ത് നോക്കി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഇതിൽ ശരിയായത് ഏതാണെന്ന് നോക്കാം. വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ 2ഉം 3ഉം കൊല്ലത്ത് കോഴിക്കോട് 4 ആളുകളും മരിച്ചു. ഇത് ശരിയായിട്ടുള്ള സെന്റൻസ്. വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ 2ഉം 3ഉം കൊല്ലത്തും കോഴിക്കോട് 4 ആളുകൾ വീതം മരിച്ചു, ശരിയായില്ല. വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ 2ഉം കൊല്ലത്ത് 3ഉം കോഴിക്കോട് 4 ആളുകൾ വീതം മരിച്ചു, അത് ശരിയാണ്. അടുത്ത് നോക്കിയേ, വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ 2, കൊല്ലത്ത് 3, കോഴിക്കോട് 4 ആളുകൾ വീതം മരിച്ചു എന്നുള്ളതും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കിയേ, തെറ്റായ വാക്യം ഏതാണ്? തെറ്റാണ് കാണേണ്ടത്. ഉദ്ബുദ്ധമായ പൗരസഞ്ചയമാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനം. ഉദ്ബുദ്ധമായ, ഇതൊക്കെ എന്ത് വാക്കാണല്ലേ? ഓക്കെ, എന്തായാലും ഇത് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ജനാധിപത്യവും പണാധിപത്യവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാതിരിക്കരുത്, ശരിയാണ്. വിരാമ ചിഹ്നം വാക്യ സമാപ്തിയെ കുറിക്കുന്നു, അതായത് നമ്മുടെ ഫുൾ സ്റ്റോപ്പിന്റെ കാര്യമാണ്, ശരിയാണ്. ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരം എന്നതാണല്ലോ ക്രമം, അത് തെറ്റിപ്പോയില്ലേ? ആദ്യം ചോദ്യം പിന്നീട് ഉത്തരം എന്നാണെങ്കിൽ ശരിയായിരുന്നു. ആദ്യം ചോദ്യവും തെറ്റായി പോയി. അപ്പൊ തെറ്റായ വാക്യമാണ് കാണേണ്ടത്, ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, ഇതിലെ ശരിയായ വാക്യം ഇതാണ്. എല്ലാം ആലോചിച്ച ശേഷം അനന്തരം ഒരു തീരുമാനത്തിലെത്തുക. ശേഷം എന്ന് പറഞ്ഞാലും അനന്തരം എന്ന് പറഞ്ഞാലും ഒന്നാണ്, തെറ്റാണ്. കാറ്റാടി മരത്തിന്റെ ജന്മദേശം ഓസ്ട്രേലിയ ആണ്, ശരിയാണ്. ലബ്ധപ്രതിഷ്ഠ നേടിയ ഒരു ചിത്രകാരനാണ് അദ്ദേഹം. ലബ്ധപ്രതിഷ്ഠ നേടിയ ഒരു ചിത്രകാരനാണ് അദ്ദേഹം. ഓക്കെ,
ലബ്ധപ്രതിഷ്ഠയും നേടിയും രണ്ടിന്റെ ആവശ്യമില്ല. ഈ ചെടിയുടെ പഴം മറ്റു ചെടികളെ പോലെ അല്ല. ഓക്കെ, അതും ഇവിടെ തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അടുത്ത് നോക്കി, ശരിയായ വാചകം ഏതാണ്? ശരിയായതാണ് കാണേണ്ടത്. ബസ്സിനുള്ളിൽ പുകവലിക്കുകയും കയ്യോ തലയോ പുറത്തിടുകയോ ചെയ്യരുത്. പുറത്തിടുകയും ചെയ്യരുത് എന്നൊക്കെയുള്ളതാണെങ്കിൽ ശരിയാണ്, അതുകൊണ്ട് തെറ്റാണ്. ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വിൽക്കപ്പെടും. കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ മതി. ആവശ്യമാവുന്നെന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ വേണ്ടേ? അപ്പൊ എല്ലാം ഇവിടെ വേണ്ട. വേറെ ഗത്യന്തരമില്ലാതെ അയാൾ രാജിവെച്ചു. ഗത്യന്തരമില്ലാതെ എന്ന് പറയുമ്പോൾ തന്നെ വേറെ വഴിയില്ലാതെയാണ്. അപ്പൊ ഇവിടെ വേറെ ആവശ്യമില്ല. എല്ലാ 1-ാം തീയതിയും അമ്പലത്തിൽ പ്രത്യേക പൂജയുണ്ട്. അത് ശരിയാണ്. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത്, ശരിയായ വാക്യം ഏതാണ്? പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം. അതിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ശരിയാണ്. ഓരോ പഞ്ചായത്ത് തോറും ഓരോ ആശുപത്രി ആവശ്യമാണ്. ഓരോ പഞ്ചായത്ത് തോറും ഓരോ വീണ്ടും ആവശ്യമില്ല അല്ലേ? ഓരോ പഞ്ചായത്ത് തോറും ആശുപത്രി ആവശ്യമാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് തോറും ഓരോ ആശുപത്രി ആവശ്യമാണെന്നൊക്കെ പറഞ്ഞാൽ ശരിയായിരുന്നു. അഴിമതി തീർച്ചയായും തുടച്ചു നീക്കുക തന്നെ വേണം. അഴിമതി തുടച്ചു നീക്കുക തന്നെ വേണം എന്ന് പറഞ്ഞാൽ പോരെ? അതുകൊണ്ട് തെറ്റാണ്. പരീക്ഷ കഠിനമായത് കൊണ്ടാണ് കുട്ടികൾ തോൽക്കാൻ കാരണം. ഓക്കെ, പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം മതി. അപ്പൊ ഇത് രണ്ടും കാണുമ്പോൾ, എയും ഡിയും കാണുമ്പോൾ രണ്ടും ഏതാണ്ട് ഒരുപോലെയാണ്. ഇത് ഏത് നമ്മൾ കുത്തണമെന്ന് വിചാരിക്കും അല്ലെ? കഠിനമായതാണ് മതി, കഠിനമായത് കൊണ്ടാണ് എന്നുള്ളത് വേണ്ട. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ ഡി തെറ്റായി പോയി. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത് നോക്കിയേ, ശരിയായ വാക്യം ഏതാണ്? അസംസ്കൃത വിഭവങ്ങളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിന്റെയും ലഭ്യതയാണ് വികസനത്തിന് ആവശ്യം. അസംസ്കൃത വിഭവങ്ങളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിന്റെയും ലഭ്യതയാണ് വികസനത്തിന് ആവശ്യം. അസംസ്കൃത വിഭവങ്ങളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിന്റെയും ലഭ്യതയാണ് വികസനത്തിന് ആവശ്യം. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ ശരിയായിട്ടുള്ള സി മാത്രമാണ്. അസംസ്കൃത വിഭവങ്ങളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിന്റെയും ലഭ്യതയാണ് വികസനത്തിന് ആവശ്യം. ആവശ്യമൊക്കെ ഇവിടെ തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത് നോക്കി, ശരിയായ പ്രയോഗം ഏതാണ്? ഇതിൽ ശരിയായതാണ് കാണേണ്ടത്. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശസാൽക്കരിച്ചു. ശരിയാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് ദേശസാൽക്കരിച്ചു. അത് തെറ്റാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശവൽക്കരിച്ചു. ദേശസാൽക്കരിച്ചു എന്നുള്ളതല്ലേ ശരിയായിട്ടുള്ളത്? അതുകൊണ്ട് തെറ്റാ. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശമത്കരിച്ചു. തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ മാത്രമാണ്. അടുത്ത് നോക്കി, ശരിയായ വാക്യം ഏതാണ്? ഇത്രയും ഹൃദ്യമായ ഒരു അനുഭവം മുൻപുണ്ടായിട്ടില്ല. അത് ശരിയാണ്. അന്നത്തെ അസാധ്യകരമായ അനുഭൂതിയുടെ സ്മരണ ഇന്നും മായാതെ നിൽക്കുന്നു. മായാതെ നിൽക്കുകയാണെങ്കിൽ അത് ഇന്നും ഉള്ളതാണല്ലോ. അപ്പൊ ഇന്നും ഇവിടെ ആവശ്യമില്ല. ഇത്രയ്ക്ക് സമാനമായ ഒരു കാര്യം ഈയിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ്. അപ്പൊ ഈയിടെ ആവശ്യമില്ല. കുട്ടികൾ അന്യോന്യം തമ്മിൽ തല്ലുന്നത് നല്ലതല്ല. തമ്മിൽ തല്ലുക എന്ന് പറഞ്ഞാൽ അന്യോന്യം പരസ്പരം തല്ലുന്നതാണല്ലോ. അപ്പൊ അന്യോന്യം ആവശ്യമില്ല.
ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ മാത്രമാണ്. അടുത്ത് നോക്കി, ശരിയായ വാക്യം ഏതാണ്? നീ വരികയും പണം കൊടുത്തയക്കുകയോ വേണം. പണം കൊടുത്തയക്കുകയും ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് തെറ്റാ. നീ വരികയും പണം കൊടുത്തയക്കുകയും വേണം. അടുത്ത് നോക്കി, നീ വരികയോ പണം കൊടുത്തയക്കുകയോ വേണം. അത് ശരിയല്ലേ? നീ വരികയോ പണം കൊടുത്തയക്കുകയും വേണം. വരികയോ കൊടുത്തയക്കുകയും, അത് തെറ്റാണ് അല്ലേ? ഇവിടെ വരികയും പണം കൊടുത്തയക്കുകയും എന്ന് പറയുന്നതിനേക്കാൾ വരികയോ പണം കൊടുത്തയക്കുകയോ. എന്തുകൊണ്ടാണ് ബി തെറ്റായി പോയത്? ബിയിൽ വേറെ കുഴപ്പമുണ്ടെന്ന് നമുക്ക് തോന്നൂല അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നിലും വന്ന് കൊണ്ടുവരണം അല്ലെ പൈസ, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് കൊടുത്തയക്കണം. ഏതെങ്കിലും രീതിയിൽ എനിക്ക് പൈസ കിട്ടിയാൽ ഒന്നിൽ നേരിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൊടുത്തയക്കണം. അപ്പൊ ബിയിൽ പറയുന്നത് നീ വരികയും വേണം പണം കൊണ്ടുവരികയും വേണം അല്ലെ? അതിനേക്കാളും ഇതല്ലേ, നീ വരികയോ കൊടുത്തയക്കുകയോ ചെയ്താൽ മതി. അതുകൊണ്ടാണ്. അപ്പൊ ബെറ്റർ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ ഉള്ള ഒരു കാര്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കാണുമ്പോൾ നമ്മൾ ബി വായിച്ചു എന്നിട്ട് ബാക്കി വായിക്കുമ്പോൾ ബി ആണ് ഇതെന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പൊ ബി പോയി കുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളതിൽ നിന്നും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും ശരിയായിട്ടുള്ള ഓപ്ഷൻ കണ്ടെത്താൻ നമ്മൾ ആ സമയത്ത് ഒരു ടെക്നിക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അടുത്ത് നോക്കാം, ശരിയായ വാക്യം ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഗുരു പഠിക്കാത്തതിന് ശിഷ്യനെ ശിക്ഷിച്ചു. ഇവിടെ ഗുരു പഠിക്കാത്തതിനും തോന്നുന്നു അല്ലെ? അതുകൊണ്ട് തെറ്റാണ്. ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു. ആ ശരിയാണ്. ശിഷ്യനെ പഠിക്കാത്തതിന് ഗുരു ശിക്ഷിച്ചു. ശരിയായില്ല. ശിഷ്യനെ പഠിക്കാതെ ഗുരു ശിക്ഷിച്ചു, അതൊക്കെ തെറ്റാണ് അല്ലെ? ശരിയായ വാക്യം ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു, ഓപ്ഷൻ ബി. അടുത്ത്, രാഷ്ട്രപതി തന്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ഈ വാക്യത്തിലെ ഒഴിവാക്കാവുന്ന പദം ഏതാണ്? തന്റെ പത്നി അല്ലേ? പത്നി എന്ന് പറയുമ്പോൾ തന്നെ സ്വന്തമാണ്, അയാളുടെ തന്നെയാണ്. അപ്പൊ തന്റെ പത്നി എന്ന് ഇവിടെ ഒരു അധികപ്പറ്റാണ് തന്റെ. അപ്പൊ തന്റെയാണ് ഇവിടെ ഒഴിവാക്കേണ്ട പദം. അടുത്ത് നോക്കി, ശരിയായ പ്രയോഗം ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ളതാണ് കാണേണ്ടത്. മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. മന്ത്രി അസന്നിഗ്ധമായി. ഇതിൽ ഏതാണ് അസന്നിഗ്ധം? ഈ രണ്ടാമത്തെ അസന്നിഗ്ധം. ഓക്കെ, വാക്യശുദ്ധിയിൽ ഇത് ഓർക്കണം. വാക്യശുദ്ധി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, ശരിയായ പ്രയോഗം ഏതാണ്? ശരിയായതാണ് കാണേണ്ടത്. പാഠ്യപദ്ധതി ആധുനീകരിക്കേണ്ടതാണ്. പാഠ്യപദ്ധതി ആധുനികവൽക്കരിക്കേണ്ടതാണ്. പാഠ്യപദ്ധതി ആധുനികവത്കരിക്കേണ്ടതാണ്. പാഠ്യപദ്ധതി ആധുനികീകരിക്കേണ്ടതാണ്. ആധുനികീകരണമാണ് കേട്ടോ, ആധുനികീകരണം. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ളത്. നമ്മൾ ആധുനികവൽക്കരിക്കേണ്ടതാണെന്നൊക്കെ തോന്നും, പക്ഷെ ഇതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കി, വാക്യശുദ്ധി വരുത്തുക. ഞാൻ എൻ്റെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ സ്വയം മാത്രമേ ചെയ്യാറുള്ളൂ. ഈ സെന്റൻസിന് വാക്യശുദ്ധി വരുത്തണം. ഇവിടെ നോക്കി, ഞാൻ എൻ്റെ അല്ലെ, സ്വയം മാത്രമേ. ഇതിലൊക്കെ തെറ്റുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഒരു സെന്റൻസ് ഏതാണെന്ന് നോക്കാം. ആത്മനിഷ്ഠമായ കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ, അത് ശരിയാണ്. ഞാൻ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ സ്വയം ചെയ്യാറുണ്ട്, അത് തെറ്റാണ്. എൻ്റെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ ഞാൻ തന്നെ സ്വയം ചെയ്യാറുണ്ട്. ആത്മനിഷ്ഠമായ കാര്യങ്ങൾ ഞാൻ സ്വയം മാത്രമേ ചെയ്യാറുള്ളൂ, ഇതൊക്കെ തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ മാത്രമാണ്. അടുത്ത് നോക്കി, താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ളതാണ് കാണേണ്ടത്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ ഹാർദവത്തോടെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ സന്തോഷത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്തു. അപ്പൊ സന്തോഷത്തോടെയും ഹാർദമായും വേണ്ട, അതുകൊണ്ട് തെറ്റാണ്. ശരിക്കും ഹാർദവമായി. ഓക്കെ, എങ്ങനെയാണ് എഴുതേണ്ടത്? ഹാർദമായി അല്ലേ? ഈ ഇടയായിട്ട് PSC കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരു പദമാണ് വാക്യശുദ്ധിയില് ഹാർദവം, ഹാർദവം അല്ലെ, ഹാർദം എന്നുള്ളത്. ശരിക്കും ഹാർദമായി എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ ഇപ്പോഴും പ്രസംഗിക്കുന്നവരൊക്കെ പറയൂല്ലേ,
ഓക്കെ, മന്ത്രി ഞാൻ ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ധാരാളം പേര് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇപ്പൊ ഹാർദമായി എന്നുള്ളതാണ് ഒരുപാട് തവണ ഇപ്പൊ ഈയിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പദമാണ് കേട്ടോ. ഹാർദമായി എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പൊ നമ്മള് വാക്യശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യനും 50 പ്രീവിയസ് ഇയർ PYQ ആണ് ഇവിടെ കണ്ടത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും വരാൻ പോണ LDC മറ്റു എക്സാമുകൾക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ക്ലാസ്സിലോട്ട് കാണാം. താങ്ക് യു.